കുറച്ച് ദിവസം മുന്നേ നെയ്ക്കഡ് ഷോർട്ട് സെല്ലിംഗ് ഇന്ത്യയിൽ ബാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് സ്റ്റോറി ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചു നെയ്ക്കഡ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അതിനെക്കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന്. അപ്പോൾ അതിനെക്കൊണ്ടുള്ള ഉപകാരമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ IRFC എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്ന് ജനുവരി 23-ാം തീയതിയാണ്. ഇന്ന് മാർക്കറ്റ് നന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന IRFCയുടെ 1800 ക്വാണ്ടിറ്റി ഞാൻ സെല് ചെയ്തു. ഇതെൻ്റെ ഹോൾഡിംഗ്സ് നിന്ന് തന്നെയാണ് സെല് ചെയ്തത്. അതുകൊണ്ട് ഏകദേശം 3 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ഹോൾഡിംഗ്സ് എന്നൊരു സ്റ്റോക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊസിഷനിലേക്ക് പോകും. പിന്നെയും ആ സ്റ്റോക്ക് അവിടെ നിന്ന് താഴോട്ടേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്രോഫിറ്റ് പോലെ കാണിക്കും. അതുപോലെ ഞാൻ ഇന്ന് 168 രൂപയ്ക്ക് സെല് ചെയ്തതിന് ശേഷം പ്രൈസ് ഇറങ്ങി വന്ന് 162 എത്തി. അപ്പോൾ പ്രൈസ് 162 എത്തിയപ്പോൾ ഞാൻ ഈ സെല് ചെയ്ത 1800 ക്വാണ്ടിറ്റി ഞാൻ തിരിച്ചു വാങ്ങി. അപ്പോൾ തിരിച്ചു വാങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈസ് 162 രൂപയാണ്. അപ്പോൾ 1800 ക്വാണ്ടിറ്റി തന്നെ തിരിച്ചു വാങ്ങുമ്പോൾ 2,90,000 രൂപ എനിക്ക് പോവുള്ളൂ. ബാക്കി 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും. അതായത് ഇന്നത്തെ ദിവസം ഈ സ്റ്റോക്ക് ഷോർട്ട് സെല് ചെയ്തുകൊണ്ട് 10,000 രൂപ ഞാൻ ഉണ്ടാക്കി. IRFCയുടെ കൂടെ ഞാൻ RVNL ഷോർട്ട് സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ പ്രോഫിറ്റാണ്, ചെറിയ ക്വാണ്ടിറ്റിയാണ്. അതാണ് 1325 രൂപ അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഷോർട്ട് സെല്ല് കൊണ്ട് എന്താണ് ഗുണമെന്ന്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം അത് സെല് ചെയ്യുന്നു, പിന്നെയും പ്രൈസ് അവിടെ നിന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മളത് ബൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നു. ഇതാണ് ഷോർട്ട് സെല്ലിംഗ്.